ജോൺസൺ എന്ന് പറയുന്നത്, ജോൺസൺ സംഗീതം ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ട് ജോൺസൺ എടുക്കാറുണ്ടെന്ന് നമുക്ക് തോന്നാറില്ല. അത് പഴയ തമാശകളുടെ കൂടെ എന്നെ മാഷയെന്ന് വിളിക്കും. മാഷേ, നമുക്ക് ഇങ്ങനെ ഒരെണ്ണമായാലോ, അങ്ങനെ ഒരെണ്ണാവും. അത് അത്ഭുതകരമായ സംഗീതമായി മാറുന്നത് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപൂർവം ചില സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് ജോൺസൺ എപ്പോഴും മുൻകൂട്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പോഴൊക്കെ പലപ്പോഴും പലരും നേരത്തെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പ്ലാൻ ചെയ്ത് BGM എല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ജോൺസൺ അങ്ങനെയില്ല. ഒരു ട്യൂണിട്ട് ആ പാട്ട് എഴുതി കഴിഞ്ഞാൽ, പാട്ട് പാടിക്കഴിഞ്ഞാൽ രാവിലെ തിയേറ്ററിൽ വന്ന് ഫുൾ ഓർക്കസ്ട്രയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ജോൺസൻ്റെ ഒരു ഫ്ലൂട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഒരു വയലിൻ കേട്ടാൽ നമുക്കറിയാതെ ജോൺസൻ്റെയാണ്. അങ്ങനെയുള്ള സംഗീതം സൃഷ്ടിച്ചത് മുഴുവൻ ഓർഗാനിക്കായിട്ടാണ്. അവിടെ അത്രയും ഓർക്കസ്ട്രയുടെ മുമ്പിൽ നിന്ന് ചാക്കോയാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ചാക്കോയൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ഒന്നിച്ച് വട്ടിട്ടിരുന്ന് പുള്ളിയുടെ ഈ നോട്ട്സ് കൊടുക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് ഒന്നിച്ച് അവിടെ ഇരുന്നിട്ടുള്ള ഒരു റെക്കോർഡിങ്ങിന് മുമ്പുള്ള പാടി നോക്കല്, അതൊന്നൊക്കെ പോയി. ഇപ്പോഴത്തെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അത് കാലത്തിൻ്റെ മാറ്റമാണ്, നമ്മളതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ എങ്കിലും അന്ന് ജോൺസനായാലും ഇളയരാജയായാലും രവീന്ദ്രനായാലും സംഗീതം പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാകുന്ന സമയമാണ്. അത് ചില സമയത്ത് ചില ഓർക്കസ്ട്ര വെച്ചിട്ട് ജോൺസൺ പറയും, ഇതൊന്ന് മാറ്റണം മാഷേ. അപ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ മാറ്റാമെന്ന് പറഞ്ഞാൽ മാറ്റാം, അപ്പം മാറും. ഒരു ദിവസം മാത്രം മഴവിൽ കാവടിയുടെ ഒരു കമ്പോസിങ്ങിന് ഇരിക്കുന്ന സമയത്ത്, കമ്പോസിങ്ങിനല്ല റെക്കോർഡിങ്ങിന് തിയേറ്ററിൽ ഓർക്കസ്ട്ര എല്ലാവരും വന്നിരിക്കുന്നതുകൊണ്ട് എൻ്റെ ചോദിച്ചു, എങ്ങനെയാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ട് വരില്ല. അവിടെ ഒരു സോങ് വേണം എന്ന് മാത്രമേ മൈനാക പൊന്മുടിയിൽ നിന്നുള്ള പാട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം എന്തെങ്കിലും മറുപടി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ജോൺസ, ഈ ജയറാം ഒരു ബാർബറായിട്ട് മാറുന്ന കഥയാണ്. അപ്പോൾ കുറേ മൊട്ടത്തലകളിൽ ഇങ്ങനെ ഷേവ് ചെയ്തത്തേക്ക് വടിച്ച മൊട്ടത്തലകളുടെ ഒരു ഷോട്ടിൽ നിന്ന് ആരംഭിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ആ പാട്ട് കേട്ടാൽ നമുക്കതിൻ്റെ വിഷ്വൽ മനസ്സിലാവും. ഒരു തബലയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഒരു മൊട്ടത്തലകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ താളം പിടിക്കാൻ തോന്നുന്ന വിധത്തിലാണ് ജോൺ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊന്മുട്ട താറാവിലെ തീയിലൊരുക്കി എന്നുള്ള പാട്ട് ജോൺസൺ പല രീതിയിലായിട്ട് പറഞ്ഞു, എങ്ങനെയായിരിക്കും സത്യം ഇത് ഷൂട്ട് ചെയ്യുക, തുടക്കം ഫസ്റ്റ് ഷോട്ട് എന്തായിരിക്കും? ഫസ്റ്റ് ഷോട്ടൊന്നും നമ്മളപ്പോൾ ചിന്തിക്കാറില്ല. പാട്ട് കേട്ടിട്ട് ലൊക്കേഷനിലെത്തിയിട്ടാണ് ഷോർട്സ് ചിന്തിക്കാറുള്ളത്. പക്ഷേ ജോൺസൺ ഒരു മറുപടി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തട്ടാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം ഈ തീയിലൊരുക്കിയിട്ടാണല്ലോ ഇട്ടിട്ട് അത് ചുറ്റിക്കൊണ്ടിങ്ങനെ തട്ടുന്നിടത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പാട്ട് ആരംഭിക്കുന്നത് ടിക് ടിക് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് ഒപ്പിയെടുക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്നാൾ കൈതപ്പുറത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ശ്യാമാംബരത്തിൻ്റെയൊക്കെ മ്യൂസിക്, അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ലിറിക്സും കൂടി ഒന്നിച്ച് ചേരാണ്. ശ്യാമാംബരം എന്നുള്ളൊരു വാക്ക് ഒരു കുറച്ച് പാട്ടുകൾ കഴിഞ്ഞിട്ടുള്ള എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, ശ്യാമാംബരം. പക്ഷേ എന്ത് മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടും പ്രഷർ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ജോൺസൻ്റെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് പുറത്തു വരാനുള്ള ഒരു കാര്യം എന്നാണ്. നമ്മൾ ജോൺസനെ സംഘർഷത്തിൽ ഏർപ്പെടുത്താതിരിക്കുകയാണ്. ജോൺസൺ വളരെ സ്നേഹസമ്പന്നനായ മനുഷ്യനാണ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും റാണീനെ വിളിച്ചിരിക്കും, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കും. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീടിനോട് സ്നേഹമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാനും ശ്രീനിവാസനും കൂടി ജോൺസനെ കമ്പോസിങ്ങിന് കേരളത്തിലേക്ക് കൊണ്ടുവരാറുള്ളത്. കാര്യം വുഡ്ലാൻഡ്സിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ പറയും, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം മാഷെ. അത്രയും കൂടുതൽ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നേരെ മറിച്ച് എറണാകുളത്തേക്കോ ഷൊർണൂർക്കോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജോൺസൺ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാറുള്ളതാണ്. ഇന്നത്തെ ഈ ചടങ്ങിനുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒന്ന് ജോൺസൻ്റെ സന്തത സഹചാരിയായിരുന്നു. ജോൺസൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ജോൺസണോടൊപ്പം തന്നെ ദേവരാജ മാഷ കൂടെ ഉണ്ടായിരുന്ന ഔസേപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ട്. ഔസേപ്പച്ചൻ ഓരോ തവണ കാണുമ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് ജോൺസനെ തന്നെയാണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഔസേപ്പച്ചൻ സിനിമയിൽ പാട്ട് ചെയ്യാതിരുന്നത്? ഞാൻ പറഞ്ഞു, ജോൺസൺ ഉണ്ടല്ലോ, ത്രൂഔട്ട് ജോൺസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോൺസണും ഔസേപ്പച്ചനും ഒരേ പാതയിലൂടെ പോകുന്ന ആളുകളാണ്. അപ്പോൾ ജോൺസൺ കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേരെ ജോൺസണിലേക്കാണ് ഫസ്റ്റ് ചോയ്സ്. എന്ന് പറഞ്ഞാൽ ജോൺസൺ കൂട്ടുകാരനും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ജോൺസണിലേക്ക്. അപ്പോൾ ഔസേപ്പച്ചനുള്ളത് ഒരു വലിയ സന്തോഷമാണ്.
ഇതിൽ ഇന്നത്തെ അവാർഡിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വേണുഗോപാലിന് കൊടുക്കുന്നുള്ളതാണ്. വേണുവും ജോൺസണും ഞാനും തമ്മിലുള്ള നല്ലൊരു ആത്മബന്ധമുണ്ട്. കാരണം ദാസേട്ടൻ അമേരിക്കയിൽ പോയ കാലത്ത് മെയിൽ സോങ്സ് പാടണമെങ്കിൽ പിന്നെ അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ജോൺസന് പുതിയ തലമുറയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഗായകർ ചിത്രയും വേണുഗോപാലാണ്. എൻ്റെ അടുത്ത് പറയാറുണ്ട്, പഠിപ്പിച്ചു കൊടുത്താൽ അതിലൊരു നൂല് വ്യത്യാസമില്ലാതെ ഈ 2 പേരും പാടുന്ന പറയാം. മറ്റേ വേണുഗോപാലായാലും ചിത്രയായാലും ഒരു നൂല് വ്യത്യാസമില്ലാതെ, അത് എന്ത് ഭാഷയിൽ തിരിക്കാൻ പറ്റില്ല, ഒരു നൂല് വ്യത്യാസമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ നേരെ 2 പേരും പാടുന്നതാണ്. അതുകൊണ്ട് തന്നെ വേണുഗോപാലിൻ്റെ പാട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണുഗോപാലിൻ്റെ ശബ്ദം ഇഷ്ടമാണ്. വേണുഗോപാലൻ എൻ്റെ മിക്ക പാട്ടുകളും സൂപ്പർ ഹിറ്റായിട്ടുള്ള പല പാട്ടുകളും പാടിയുള്ളത് വേണുഗോപാലാണ്. കളിക്കളത്തിൽ പൂത്താലം എന്ന് പറഞ്ഞ പാട്ട്, അത് ഫീമെയിൽ വോയിസാണ്, പടത്തിലും ഫീമെയിൽ വോയിസാണ്, ശോഭന പാടുന്നതാണ് മമ്മൂട്ടിയുടെ അടുത്ത്. അപ്പോൾ ഞാനത് ഒരു മെയിൽ വോയിസും കൂടി എടുത്തിട്ട് വേണുഗോപാലെ പാടി വെച്ചിരുന്നു. ആ പാട്ട് കേട്ടിട്ട് മമ്മൂട്ടി 2-3 ദിവസങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സത്യം ഒരു 4 വരെയെങ്കിലും വേണുഗോപാലിൻ്റെ പാട്ട് ഞാൻ പാടിയിട്ട് എടുത്തൂടെ. കാര്യം പാട്ട് പാടി അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരാളാണ് മമ്മൂട്ടി. മമ്മൂട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, അത് പാട്ട് കേൾക്കുമ്പോഴേ അതിൻ്റെ ഒരു 4 വരി ഇയാൾക്ക് പാടി വരും. ഞാൻ ആ ക്യാരക്ടർ അങ്ങനെ പാടാൻ പാടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അത് 4 വരി നമുക്ക് ചേർക്കാമായിരുന്നു. പക്ഷേ ആ ക്യാരക്ടർ പാട്ട് പാടുന്ന ഒരുത്തനല്ല, കള്ളനാണ്, അയാളങ്ങനെ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ അതുപോലെ ഈ പരിപാടിയുടെ പേരെന്നെ താനേ പോയിട്ട് മോഹം എന്നാണ്. അത് ആ പാട്ട് ഉണ്ടായത് വേണുവിനും എനിക്കറിയാം. കാര്യം വേണു സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ആ പാട്ട് വേണുവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളത്. കാര്യം സസ്നേഹം എന്നുള്ള സിനിമ കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ വേണു ഭയങ്കര ഔദ്യോഗികരമായിട്ട് എന്തൊക്കെയോ തിരക്കുകളാണ്. അപ്പോൾ ഈ പാട്ട് എൻ്റെ അടുത്ത് ജോൺസൺ പറഞ്ഞു, വേണു ഇല്ല, വേണുവിന് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ലിപ്പുള്ള പാട്ടല്ല, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തോളാം. വേണു വിചാരിച്ചത് ആരെ കൊണ്ടെങ്കിലും പാടിപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ ആ പാട്ട് വേണുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടോ മറ്റാണ് വേണു മദ്രാസിൽ പോയിട്ട് ആ പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ജോൺസണായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള വേണുഗോപാലിനെ ജോൺസൻ്റെ ഓർമ്മയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കുന്നു എന്നുള്ള വലിയ സന്തോഷം. വേണുഗോപാലിൻ്റെ മകനുണ്ട് ഇവിടെ പാടാൻ. വേണുഗോപാലിൻ്റെ മകൻ എൻ്റെ മകൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാനെന്ന് വെച്ചാൽ പാട്ട് പാടിയിട്ടുണ്ട്. അനൂപ് സത്യൻ ഡയറക്റ്റ് ചെയ്ത് മറ്റേ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ഞാൻ നോക്കിയപ്പോൾ അതിന് പറഞ്ഞതെന്ന് വെച്ചാൽ പാട്ട് അറിയുന്ന ഒരാൾ പാടുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ചുണ്ടാണിക്കാലും മതി, പക്ഷെ പാട്ട് അറിയുന്ന ഒരാൾ പാടുന്നതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെ അവൻ റിക്വസ്റ്റ് ചെയ്ത എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇല്ല, എന്നെക്കൊണ്ട് വേണുവിനെ വിളിപ്പിച്ചിട്ടില്ല. എങ്ങനെ മോനെ വിളിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കുടുംബ സദസ്സാണ്. ഞാനിവിടെ നോക്കുമ്പോൾ എല്ലാവരും കാണുന്നത് രാജീവായാലും അജയനായാലും നമുക്ക് എല്ലാ ആളുകളും ദീപ്തി റോഡിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ മാധവേട്ടനും പത്മിനി ചേച്ചിയൊക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ആളുകൾ മാത്രം ഉള്ള ഒരു സദസ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അനുവാദത്തോടു കൂടിയിട്ട് ഈ ജോൺസൻ്റെ ഈ വാർഷികം എന്ന് പറയാം, അതൊരു സങ്കടകരമായെങ്കിലും സങ്കടപ്പെടാൻ ജോൺസൺ സമ്മതിക്കില്ല. നമ്മൾ കരഞ്ഞിരിക്കുന്ന ജോൺസൺ ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോൺസൻ്റെ ഈ 15ാം വാർഷിക ദിനം അല്ലെങ്കിൽ ഇന്നത്തെ ചടങ്ങുകൾ നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് 15ാമത് വർഷമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾക്കും പറ്റുന്നുണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഓരോ വർഷം കഴിയും തോറും ജോൺസൻ്റെ ഈ സ്മൃതി ദിവസത്തിൽ നിങ്ങൾ വരുന്നവരുടെ ആ ഒരു ആവേശവും ജോൺസൻ്റെ പാട്ട് കേൾക്കാനുള്ള ആ ഒരു ആഗ്രഹവും ഇത് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വേദിയിലിരുന്നിട്ട് അതാ ആലോചിച്ചത്. എന്താണെന്നറിയുമോ? സത്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരേക്കാൾ എന്നെക്കാളും ഇന്ന് ജീവിച്ചിരിക്കുന്നത് ജോൺസനാണ്. തൻ്റെ ഗാനങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിൽ ഫിസിക്കലായിട്ടേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. ആ ജീവൻ എവിടെയുണ്ട്, അത് തൻ്റെ പാട്ടുകളിൽ സമന്വയിപ്പിച്ചിട്ട് ആ പാട്ടുകൾ ഇന്നും ഓരോ ദിവസം ചെല്ലും തോറും ആ പാട്ടുകളുടെ ഭംഗി കൂടിക്കൊണ്ടുവരുന്നു. അതും എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പറയുമല്ലോ, ഈ രത്നങ്ങളോ അല്ലെങ്കിൽ വജ്രം എന്താ കാര്യം
ഒരയ്ക്കും തോറും അതിൻ്റെ തിളക്കം കൂടി വരും എന്ന് പറഞ്ഞ പോലെയാണ്. അത് റിയൽ കമ്പോസിഷൻസാണ് ജോൺസൻ്റെ. തൻ്റെ ആത്മാവിൽ നിന്നും ജനിച്ച ഉടലെടുത്ത ഗാനങ്ങളാണ് ജോൺസൺ ഉണ്ടാക്കിയിട്ടുള്ളത്. മേ ബി തൻ്റെ ജീവിത സാഹചര്യവും എല്ലാം അതിന് കൂട്ടുനിന്നിട്ടുണ്ടാവും. പക്ഷേ എല്ലാത്തിലും കേൾക്കുമ്പോൾ ഒരു ജീവൻ, ഒരു ജീവിതം, എല്ലാ പാട്ടുകളിലും, പ്രത്യേകിച്ച് സത്യേട്ടൻ്റെ പടത്തിലെ പാട്ടുകൾ കേട്ടാൽ അറിയാം, അതിലൊരു ഓരോ പാട്ടിലും ഒരു ജീവിതമുണ്ട്. അതാണ് ജോൺസൻ്റെ. അല്ലാതെ ജസ്റ്റ് നൊട്ടേഷനല്ല പാട്ട്, അതിലൊരു ജീവിതമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത ജോൺസൻ്റെ ഈ സ്മൃതി ദിവസം ഇവിടെ വരാൻ സാധിച്ചത്, എങ്ങനെയായാലും ഞങ്ങൾക്കൊരു ട്രസ്റ്റൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ജോൺസൻ്റെ ഒഫീഷ്യലായിട്ട് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം കുറച്ച് കഴിഞ്ഞിട്ടാണ് എപ്പോഴും, ഇത് ആദ്യം വരും. പക്ഷേ എങ്കിലും ഇത് ജോൺസൻ്റെ പേരിലുള്ള ഒരു സ്മൃതി ദിനമാണ് ഇന്നിവിടെ ആചരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വരാതിരിക്കില്ല. പിന്നെ സിനീഷ് അങ്ങനൊരു വ്യക്തി, പ്രത്യേകിച്ച് ഇതുകൊണ്ടൊരു ഗുണവും സിനീഷിനില്ല. ഗുണമുണ്ട്, ആത്മസംതൃപ്തി. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടന്നത്, ആ പാട്ടുകളോട് സിനീഷ്, ഞാൻ വിചാരിച്ചു സിനീഷിന് പാട്ടൊന്നുമായിട്ട് ബന്ധപ്പെട്ട് ആധാരം എഴുതി നടക്കില്ല, പാട്ടിനൊന്നും താല്പര്യം ഉണ്ടാവില്ല, ഇത് ചുമ്മാ ഇങ്ങനെ വേറൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ ചെയ്യുന്നതാണെന്ന് ധരിച്ച അല്ല. സിനീഷ് അത്യാവശ്യം നന്നായിട്ട് പാടും, പാട്ടുണ്ടാക്കുന്നെന്ന് എൻ്റെ വിശ്വാസം. വരികൾ എഴുതും, ഇതെല്ലാം ചെയ്യുന്നൊരു കലാകാരൻ തന്നെയാണ് സിനീഷ്. അപ്പോൾ അതിൽ അത്ഭുതമില്ല. പിന്നെ ഇന്ന് അവാർഡ് അർഹമായ വേണു, എല്ലാം കൊണ്ടും ജോൺസൻ്റെ സ്മൃതി ദിനത്തിൽ ജോൺസൻ്റെ പേരിലുള്ള അവാർഡ് വാങ്ങിക്കാൻ അർഹനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, സംശയമില്ല. എനിക്ക് വേണ്ടിയും വേണു പാടിയിട്ടുണ്ട്. അവാർഡ് കിട്ടിയിട്ടില്ലേ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ, സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരുമായിട്ടുള്ള ബന്ധം ചില്ലറയല്ല വേണുവിന്. ഒരു തൃശ്ശൂർക്കാരൻ്റെ മെയിൻ സോങ്സ് ഒരുപാട് പാടി, എൻ്റെ കുറച്ചേ പാടിയിട്ടുള്ളൂ. നല്ല പാട്ടുകൾ, ഒരുപാട് നല്ല പാട്ടുകൾ. ഏതോ വാർമികിലൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്, എന്ത് മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അതും ഒരു നിമിത്തമാണ്. അപ്പോൾ അങ്ങനെ വേണുവിന് ഈ അവാർഡ് കൊടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ റാണിയോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതാണ്, ജോൺസൺ ജീവിച്ചിരിക്കുന്നുണ്ട്, ഫിസിക്കലായിട്ടല്ല. ജോൺസൻ്റെ പ്രസൻസ് നമ്മളുടെ എല്ലാവരുടെയും കൂടിയുണ്ട്. അത് സത്യേട്ടനും അറിയാം. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും മുടക്കം കൂടാതെ, എത്ര തിരക്കുള്ള വ്യക്തിയാണ് ഈ പ്രോഗ്രാംസിനൊക്കെ വരുന്നത്. ഞങ്ങൾ ജോൺസൺ ട്രസ്റ്റ് നടത്തുമ്പോഴും വരാറുണ്ട്. പിന്നെ ജോൺസൻ്റെ ആ ഒരു ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നതിന് ഇവിടെ മിസ്സിസ് റാണി ജോൺസൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് ഉണ്ട്. അവരെല്ലാവരും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നു. ജോർജ് പാട്ട് പാടാനും ശ്രമിക്കുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നന്നായിട്ട് പാടുന്നുണ്ട്. ചാക്കോ പിന്നെ ഒരു ചാക്കോ മാഷാണ് ഇപ്പോൾ എല്ലാവരും, എല്ലാ സംഗീതജ്ഞന്മാർക്കും. അപ്പോൾ ആ ജോൺസൻ്റെ തുടർച്ച ആ കുടുംബത്തിന് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. ഏതോ അത് പിന്നെ ഈ ചാക്കോൻ്റെ ഏറ്റവും വലിയ ഒരു, ശരിക്കും പറഞ്ഞാൽ ഞാനതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണും. ഇന്ന് മലയാള ഇൻഡസ്ട്രിയിൽ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു എഡിറ്റർ ഉണ്ട്, ചമൻ ചാക്കോ എന്നറിയും. അതിലത്തെ ചാക്കോ ആണ് ഈ ജോൺസന്റെ ബ്രദർ ചാക്കോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ ജോൺസണും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് 1978 ഞാനും ജോൺസണും ഒരു ദിവസം ഒരു നിമിഷം സംഗീത സംവിധായകരായിട്ട് അരങ്ങേറിയവരാണ്. അതന്നേ ഞാൻ നിർത്തി, ജോൺസൺ അന്ന് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ജോൺസൻ്റെ ആദ്യകാലത്ത് ആരോ എന്നാണ് കേട്ടോ ആ സിനിമയുടെ പേര്, അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കന്നിച്ചിത്രം. എനിക്കതൊരു നാമമാത്രമായിട്ടൊരു കന്നിച്ചിത്രം ഞാൻ അന്ന് ചെയ്തു എന്നുള്ളൂ. അന്ന് എനിക്കതിനെ കുറിച്ചിട്ട് വലിയ പിടിപാടൊന്നുമില്ല. ജോൺസൺ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. ഞാൻ വയലിൻ വായിച്ച് കുറച്ച് ബിറ്റുകളൊക്കെ ചെയ്ത് അത്രേ ഉള്ളൂ.
അത് കൊടുക്കുന്നതിന് സസ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ചന്ദ്രിക സ്മാരക കാരുണ്യധന സഹായം കൊടുക്കുന്നതിൻ്റെ ഓർമ്മ ഒരു വേലിയേറ്റമാണ്, വികാര വേലിയേറ്റം പാട്ടുകൾ. ഒരു നല്ലൊരു കാലത്തല്ലേ ഞാനിവിടെ തൃശ്ശൂരിൽ ഉള്ള ഒരു 3 വർഷം, ഈ വർഷങ്ങളിൽ 3-4 വർഷം ആണ് എൻ്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട എണ്ണപ്പെട്ട പാട്ടുകൾ ഞാൻ പാടിയിരിക്കുന്നത്. അത് ഇവരുടെയൊക്കെയാണ്. സത്യേട്ടൻ്റെ, ജോൺസേട്ടൻ്റെ, ഔസേപ്പച്ചൻ്റെ അല്ലാത്ത പാട്ടുകളും, ഇപ്പോൾ തൂവാന തുമ്പികൾ, അതുപോലെ 3-ാം പക്കം, അതൊക്കെ. അതുകൊണ്ട് തൃശ്ശൂർ എൻ്റെ ഒരു ഭാഗ്യ ഇടമായിട്ട് ഞാൻ എക്കാലവും കരുതും. എൻ്റെ ഭാര്യ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ തൃശ്ശൂർ വച്ചാണ്. ഇവിടെയുള്ള ഓരോ വഴികളും, ഓരോ ഊടുവഴികളും ഒരു മോട്ടോർ സൈക്കിളിൽ കറങ്ങി നടക്കുന്ന ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പോൾ അന്ന് കല്യാണാലോചനയ്ക്കായി വീട്ടിൽ ചെന്നപ്പോൾ ആകാശവാണിയിൽ ജോലിയാണ്, അതുകൊണ്ടാണ് കല്യാണം ഫിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ വളരെ പ്രൈവറ്റായിട്ട് രശ്മിയോട് പറഞ്ഞു, അതെ ഈ ജോലിയൊന്നും കാണില്ല കേട്ടോ, ഞാനിതൊക്കെ കളഞ്ഞ് പാട്ടിൻ്റെ പുറകിൽ പോകുമെന്ന് പറഞ്ഞു. അത് ഭാഗ്യത്തിന് രശ്മി വീട്ടുകാരോടൊന്നും പറഞ്ഞുമില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായി ഏതാണ്ട് 36 ഇയേഴ്സ് ഞാൻ ഈ പാട്ടുകളെല്ലാം പാടുമ്പോൾ ഈ അന്തരീക്ഷത്തിലൊന്നുമില്ലാതിരുന്ന എൻ്റെ മകൻ ഇന്ന് എൻ്റെ അതേ ശബ്ദത്തിൽ ഈ പാട്ടുകൾ പാടുന്നു. അതും കാലം കാത്തുവെച്ച ഒരു വലിയൊരു ഒരു സൗഭാഗ്യം. അവൻ്റെയും ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ, ആദ്യകാലത്തെ സത്യേട്ടൻ്റെ മകൻ ചെയ്ത ഒരു ചിത്രമാണ് വരനെ ആവശ്യമുണ്ട്. അങ്ങനെ എവിടേക്കും ഇതെല്ലാം തമ്മിൽ കെട്ട് പിണഞ്ഞ് കിടക്കുന്നു. ഏറ്റവും സന്തോഷം തരുന്നത് ഇവിടെ റാണി ചേച്ചിയുടെ സാന്നിധ്യമാണ്. ഞാൻ എത്രയോ പ്രാവശ്യം മദ്രാസിൽ ട്രസ്റ്റ്പുരം, 2nd സ്ട്രീറ്റ്, അതുപോലെ നേശപ്പക്കം, അവിടെയുള്ള വീടൊക്കെ ഞാനും രശ്മിയും, അന്ന് മോളില്ല, മോൻ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 3 പേരും അവിടെ പോകും. അപ്പോൾ എനിക്കിപ്പോഴും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഓർമ്മ. ഷാന, റന്ന്, അവരുടെ എല്ലാ കാര്യങ്ങൾ. അപ്പോൾ ഓരോ അവരുടെ കുടുംബത്തിലെ ഓരോ ട്രാജഡിയിലും ഒരു കുടുംബാംഗം എന്ന പോലെ സങ്കടപ്പെടുവാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഒപ്പം ഈ ജോൺസൺ എന്ന് പറയുന്ന അപാരസിദ്ധി ഉള്ള ഈ ഒരു സംഗീതജ്ഞനോട് ഉള്ള തീർത്താൽ തീരാത്ത ഒരു സ്നേഹം, കടപ്പാട്. സത്യേട്ടൻ ഇവിടെ പറഞ്ഞ പോലെ ഈ ഒരു താനേ പൂവിട്ട മോഹം എന്ന പാട്ട്, അതിൻ്റെ കോള് വരുമ്പോൾ വലിയ പ്രശ്നമാണ് ആകാശവാണിയിൽ. കാരണം മെഡിക്കൽ ലീവ് എടുത്തേ പോകാൻ പറ്റുള്ളൂ. അപ്പം കോള് വരുന്നത് ഇവിടെ സ്വിച്ച് ബോർഡുണ്ട്, അവിടെ നിന്നാണ് എനിക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായ കണക്കുണ്ട്, ഞാൻ പോകുന്നത്, ഞാൻ പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ പാട്ട് ഞാനങ്ങ് മുങ്ങി, എനിക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു പബ്ലിക് ഫോൺ ബൂത്തിൽ, കാരണം അവിടെ നിന്ന് വിളിക്കാൻ പറ്റില്ല സത്യേട്ടനെ, ഞാൻ അവിടെ പോയി സത്യേട്ടനെ വിളിച്ചു, ക്ഷമാപണം തന്നെ. അപ്പോൾ സത്യേട്ടൻ എന്നോട് പറഞ്ഞു, വേണു ആ പാട്ട് എടുത്തിട്ടില്ല, കാരണം ജോൺസൺ നിനക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സമയം അവിടെ പോവുക, ചെല്ലുക, പാടുക. അങ്ങനെ 89 ഡിസംബർ 24 ക്രിസ്മസ് ഈവ് അന്ന് പോയി പാടി. ഞാൻ തൃശ്ശൂരിൽ തിരിച്ചെത്തി. ആമ്പല്ലൂരിൽ സാക്സ് എന്നൊരു ഒരു 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 സംഘടന, അവരുടെ ഒരു ഗാനമേളയുണ്ട് അന്ന് തൃശ്ശൂരിൽ, സാക്സ് ആമ്പല്ലൂരിൽ, അതിനും എത്തണം. അങ്ങനെ ഇത് രണ്ടും അന്ന് സംഭവ്യമായി. ജോൺസേട്ടൻ്റെ പാട്ടുകൾ ഒന്നും ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു അവഗാഹം ഒന്നും നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിന് കാലം തെളിയിച്ചൊരു കാര്യമാണ്. ജോൺസൺ ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ സംഗീതം, എന്താണ്. ജോൺസേട്ടൻ
സംഗീതം നൽകാത്ത, പാട്ടുകൾ ചെയ്യാത്ത സിനിമയ്ക്ക് പോലും ഇപ്പോൾ തൂവാനത്തുമ്പികൾ അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ്, തൂവാനത്തുമ്പികൾ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പാട്ടിനേക്കാൾ ഏറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിൽ ജോൺസണിൻ്റെ റീ റെക്കോർഡിംഗ് ആണ്. അതിൽ രാധ, അതുപോലെ ക്ലാര, ഇവർ വരുമ്പോഴുള്ള ഒരു 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 ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു മെലഡി അസാധ്യമാണത്. അങ്ങനെ അനിതര സാധാരണ സിദ്ധിയുള്ള ഈ ഒരു സംഗീത സംവിധായകനൊപ്പം എൻ്റെ കാരിയറിൽ ഈ 42 വർഷം ഞാൻ പൂർത്തിയാക്കുമ്പോൾ എനിക്ക് വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. അണ്ടർ 300 അത്രയും ഞാൻ പാടിയിട്ടുള്ളൂ. എൻ്റെ മോൻ ഇപ്പോൾ പാടി തുടങ്ങിയിട്ടുള്ളൂ. അവൻ ഏതാണ്ട് 50 സിനിമയാവാറായി. അപ്പോൾ ഞാൻ അവനോട് പറയടാ, ഞാൻ ഇത്രയൊക്കെ പാടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആ 300-ൽ താഴെയുള്ള സിനിമകളിൽ 36 സിനിമകളിൽ ജോൺസേട്ടന് ഞാൻ പാടി എന്നറിയുമ്പോഴാണ് ഞാനും ജോൺസേട്ടനും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു പക്ഷേ. അതുപോലെ 6 നോൺ ഫിലിം ആൽബംസിലും അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് പാടുവാൻ സാധിച്ചു. കാലത്തിൻ്റെ ഒരു കുത്തൊഴുക്കിൽ, കാലപ്രവാഹത്തിൽ നമുക്ക് ജോൺസേട്ടനെ നഷ്ടപ്പെട്ടു. പക്ഷേ കാലാതീതമായി ഈ സംഗീത നഭസിൽ അദ്ദേഹത്തിൻ്റെ സംഗീത പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സംഗീതവും ഒരിക്കലും മാഞ്ഞുപോകാത്ത രീതിയിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു അവാർഡ് ഇന്ന് ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഇവരോടൊക്കെയുള്ള സത്യേട്ടനോടും ജോൺസേട്ടനോടും, ഓഫ് കോഴ്സ് ഞാൻ തൃശ്ശൂർ ഉള്ളപ്പോഴാണ് ഔസേപ്പച്ചൻ്റെ ഏതോ വാർമുകിൽ ഞാൻ പാടുന്നത്. അപ്പോൾ ഇവരോടൊക്കെ ഉള്ള ഒരു നന്ദി, ഒരു സ്നേഹം, കടപ്പാടാണ്. വെറുതെ നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു അത്ര എളുപ്പമല്ല അത്. ഈ ബന്ധങ്ങൾ ഒന്നും തന്നെ. ഒരു പാട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും പാട്ടുകാർ പറയുന്നതൊക്കെ ഞാൻ പാടി എന്ന് പറയും. പക്ഷേ ഈ സിനിമ പോലുള്ളൊരു ഫ്യൂഷൻ ഒരു കലയിൽ എല്ലാം വളരെയധികം പരസ്പരം ആളുകൾ തമ്മിൽ ചേർന്ന് ഇണങ്ങി ചെയ്യുന്ന ഒരു കാര്യമാണ്. പാട്ടിൻ്റെ പുറകിലുള്ള ബുദ്ധിമുട്ട് അത് ശരിക്കും അതിൻ്റെ സംഗീത സംവിധായകനും അതിൻ്റെ ഗാനരചയിതാവിനും മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പാട്ടുകാരൻ അച്ഛൻ്റെ റോളാണ്, വരുന്നു പാടുന്നു. പക്ഷേ ഒരു 9 മാസം ചുമന്ന് അമ്മയുടെ റോളാണ് ഈ സംഗീത സംവിധായകനും സിനിമയുടെ സംവിധായകനും അതിൻ്റെ സംയോജകനൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ഒരു അവസരത്തിൽ എൻ്റെ മനസ്സിൽ എല്ലാവരോടും, ഈ സംഗീതജ്ഞരോട്, സംവിധായകരോട്, എനിക്ക് എൻ്റെ ഈ സിനിമകളിൽ എനിക്ക് അവസരം തന്ന് ഇതിൻ്റെ ബാക്കിയുള്ള സിനിമയായിട്ട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി, സ്നേഹം. വീണ്ടും താങ്ക് യു. തൃശ്ശൂർ.